മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെ ആക്രമണകാരികൾ, അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. അതിനിടയ്ക്ക് തന്നെ ആക്രമണകാരികളെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് മന്ത്രിയും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞതും കൂടി കേരളം കേൾക്കണം. കാരണം ഗവർണറുടെ വണ്ടി 3 പ്രാവശ്യം തടയുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഗുണ്ടാ സംഘത്തെ, ക്രിമിനലുകളെ, തിരുവനന്തപുരത്തെ സാമൂഹ്യ വിരുദ്ധരെ റിയാസ് മന്ത്രിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുമായിരുന്നു എന്നാണ് അന്ന് റിയാസ് പറഞ്ഞത്. അതേസമയത്ത് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് രക്ഷാപ്രവർത്തനമാണ്. തെരുവിൽ ചെടിച്ചട്ടിയെടുത്ത് തല ഇടിച്ചു പൊട്ടിക്കുന്നതും ഹെൽമെറ്റ് എടുത്ത് തലയ്ക്കടിക്കുന്നതും വലിച്ചെടുത്ത് കനാലിലേക്ക് എറിയുന്നതുമൊക്കെ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു മന്ത്രി, ഇന്ന് മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുമൊക്കെ അതാത് സമയത്ത് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളും തോന്നിയവാസങ്ങളും അതോടൊപ്പം തന്നെ ഗുണ്ടായിസവും തന്നെ പറഞ്ഞു വരികയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 വശങ്ങളാണ്. ഒന്ന്, ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച്. ഇതിലെ മറ്റു മന്ത്രിമാർ ഈ യാത്ര എന്ന് പറയുന്നത് ഒരുമാതിരി കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സംഘവും ഒരുമാതിരി വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് ഗ്ലാസ് പെട്ടിക്കകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതാത് സമയത്ത് ഇറക്കി തീറ്റ കൊടുക്കും, അതിനുശേഷം സ്റ്റേജിൽ കൊണ്ട് ജനങ്ങളെ കാണിക്കാനിരുത്തും. കാണാൻ വരാത്ത കുടുംബശ്രീക്കാർക്ക് 250 രൂപ ഫൈൻ അടിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആളെ കൂട്ടി ഒരുമാതിരി മ്യൂസിയത്തിൽ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ട് കാഴ്ച വസ്തുവായിട്ട് വയ്ക്കുന്നത് പോലെ 21 പേർ ഇങ്ങനെ ചില്ലുകൊട്ടാരത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചില്ലുകൊട്ടാരത്തിൽ യാത്ര ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയപരമായിട്ട് സാങ്കത്യമില്ല, സൈദ്ധാന്തികമായിട്ട് സാങ്കത്യമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇത് ധൂർത്താണ് എന്ന് കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് ആ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി അക്രമത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് ലിജുവിനോട് പറയാനുള്ളത്, എൻ്റെ ലിജു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഒരിറ്റ് നീതി കാണിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതോ അടിമയായിട്ട് മുസ്ലിം ലീഗിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അടിമയായിട്ട് ജീവിക്കുന്ന പാർട്ടിയാണ് ഇവിടുത്തെ കോൺഗ്രസ്. ചാകത്തുമില്ല, കട്ടിലും ഒഴിയത്തില്ല എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള BJPയുടെ മുന്നേറ്റത്തിന് വിഘാതമായിട്ട് കിടക്കുന്നത്. നിങ്ങൾ ഒഴിഞ്ഞെടുത്ത് ബംഗാളിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തു. നിങ്ങൾ നശിച്ചപ്പോൾ ത്രിപുരയിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തു. നിങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒക്കച്ചങ്ങാതിത്തം കൂടി, ഹമാസിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒക്കച്ചങ്ങാത്തം കൂടി, പൗരത്വ ഭേദഗതി നിയമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒക്കച്ചങ്ങാത്തം കൂടി, 18 നിന്ന് 21 വിവാഹപ്രായം ഉയർത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചങ്ങാത്തം കൂടി, ഈ കേരളത്തിൽ മദനിയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചങ്ങാത്തം കൂടി, ഇങ്ങനെ BJPക്കെതിരെയും രാജ്യത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചങ്ങാത്തം കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ B ടീമായിട്ട് അതപ്പതിച്ച കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ കൊണ്ട് അടിയേറ്റ് തെരുവിൽ വീഴുന്ന സമയത്ത് ആ സഹപ്രവർത്തകരോട് നിങ്ങൾക്ക് ഇങ്ങനെ ചാനൽ റൂമുകളിൽ വന്നിരുന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗീർവാണം മുഴക്കാനല്ലാതെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സഖാക്കന്മാരുടെ തെരുവിൽ കിടന്ന് അടികൊള്ളുന്ന യൂത്ത് കോൺഗ്രസ് സഖാക്കന്മാരോട് നീതി കാണിക്കാൻ ബംഗാളിലെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല, ത്രിപുരയിലെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല, കേരളത്തിലെ കോൺഗ്രസിനും സാധിക്കില്ല എന്ന് ആവർത്തിച്ചു. എനിക്ക് വസീഫിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ അവസ്ഥ. വസീഫിന്റെ അവസ്ഥ എന്താ? ഇതൊക്കെ പൊറാട്ട് നാടകമാണ്. നിങ്ങൾ രണ്ടുപേരും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും ഒന്ന് ഫോൺ ചെയ്തു പറഞ്ഞാൽ വസീഫ് ലിജുവിനെതിരെ പറയുന്ന കപട നിർത്തും. ഇത് നാണക്കേടാണ്. നിങ്ങളുടെ ഈ കപട നാടകം അവസാനിപ്പിക്കും.